ഹായ് ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ IIT JAM 2023 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഔട്ട് ചെയ്തിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് കുറേ എൻക്വയറീസ് വന്നു. അതായത് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഞാൻ 5th സെം പഠിക്കുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ, ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് എഴുതാൻ പറ്റും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ആ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത് എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ IIT JAM 2023 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് ഒന്നാമത്തെ സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത് ആർക്കൊക്കെ ഈ IIT JAM 2023 എക്സാം എഴുതാം എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് വണ്ണ് ആർക്കൊക്കെയാണ് ഈ IIT JAM 2023 എക്സാം എഴുതി നല്ല റാങ്ക് വാങ്ങിയിട്ട് MSc അല്ലെങ്കിൽ നല്ല കോഴ്സിന് IIT NIT പോലത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ ആർക്കൊക്കെ എഴുതാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ BSc പഠിക്കുന്ന കുട്ടികളാണോ അല്ലെങ്കിൽ BSc പാസ് ഔട്ടായ കുട്ടികളാണോ, നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാവുന്നതാണ്. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ, സെക്കൻഡ് ഇയർ ആയിക്കോട്ടെ, 5th സെമ്മോ അല്ലെങ്കിൽ 3rd ഇയറോ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ എക്സാം എഴുതാവുന്നതാണ്. സോ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ JAM എക്സാം ഒക്കെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ അനാലിസിസ് ക്ലിയർ ആവും. അതേപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് സെമ്മ് പഠിക്കുക അല്ലെങ്കിൽ പാസ് ഔട്ട് ആയ സമയത്തായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ JAM എക്സാം എഴുതുക. സോ ആ സമയത്ത് നിങ്ങൾ പഠിച്ച കുറച്ച് കൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ആ ഒരു എക്സാമിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ഈ ഒരു JAM എക്സാം എഴുതി നോക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി 4th സെമ്മിൽ എത്തുന്ന ടൈം ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു സബ്ജക്റ്റിലുള്ള നോളജ് കൂടുതലായിരിക്കും. അപ്പം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ സിലബസ് ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൻ്റെ സിലബസ് കറക്റ്റ് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. സോ ആ സിലബസ് നോക്കിയിട്ട് നിങ്ങൾ എത്രത്തോളം ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ട് എന്ന് നോക്കുക. അതേപോലെ ആ സിലബസിൻ്റെ ജസ്റ്റ് 1/3 ടോപ്പിക്കുകൾ നല്ല വൃത്തിക്ക് പഠിച്ച് പോവുക. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ സെക്കൻഡ് ഇയർ ആ JAM എക്സാമിനൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഇനി എവിടെയൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് തന്നെ അറിയാം, ഈ നീറ്റ്, കീം, അതേപോലെ തന്നെ JEE എക്സാമൊക്കെ നമ്മൾ റിപ്പീറ്റിന് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് എഴുതി നോക്കും എങ്ങനെയാണ് എക്സാം എന്നുള്ളത്. സെയിം ക്രൈറ്റീരിയ ആണ് നമ്മളിവിടെ JAMലും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3rd ഇയർ പഠിക്കുന്ന കുട്ടികളോട് എന്താ, നിങ്ങൾ 6th സെമ്മിൽ പഠിക്കുന്ന സമയത്താണ് നിങ്ങൾ JAM എക്സാം. സോ നിങ്ങൾ ആ സബ്ജക്റ്റിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നല്ല നോളജുള്ള ടൈമാണ്. സോ മാക്സിമം നിങ്ങളെ ടൈം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്ത് JAMന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് മോക്ക് ടെസ്റ്റും ടെസ്റ്റ് സീരീസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോയിട്ട് എക്സാം എഴുതുക. ഇനി ഒരു വർഷം റിപ്പീറ്റൊക്കെ ചെയ്ത്, അതായത് JAM വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രീ ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ആ ഒരു ടെൻഷനും അതേപോലെ തന്നെ ആ ഒരു ബേർഡനും നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ ഒരു എക്സാമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. സോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഡെപ്തിലിറങ്ങി എങ്ങനെ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. സോ നിങ്ങൾക്ക് നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് ഒരിക്കലും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നമുക്കതിൻ്റെ സ്ട്രാറ്റജീസും എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഫുള്ള് പഠിച്ച് നമ്മളൊരു JAM എക്സാം എഴുതാൻ പോകാന്ന് പറയുന്നത് ശരിക്കും മണ്ടത്തരമാണ്. ഫുള്ള് പഠിച്ചിട്ട് JAM എക്സാമിന് പോകണം എന്നല്ല പറഞ്ഞത്, അതിനുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. സോ അതിൻ്റെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. ഓരോ സബ്ജക്റ്റിൻ്റെയും നമ്മൾ അപ്ലോഡ് ചെയ്ത് തരും. സോ അതൊക്കെ നമുക്ക് പിന്നെ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് തന്നെ ഇയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തന്നെ സെമസ്റ്റർ ആയിക്കോട്ടെ, പാസ് ഔട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ ഒരു എക്സാം എഴുതിയിട്ട് ആർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മുടെ IIT JAM 2023 അല്ലെങ്കിൽ IIT JAM എക്സാം എഴുതിയിട്ട് ക്വാളിഫൈഡ് ആവുന്ന കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, MSc, ഇൻറ്റഗ്രേറ്റഡ് PhD, അങ്ങനെ മാസ്റ്റേഴ്സ് ആൻഡ് എബോവ് ലെവൽക്കുള്ള കോഴ്സസ് ആണ്. അപ്പോൾ ഇതിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ BSc പാസ് ഔട്ട് ആയ കുട്ടികളായിരിക്കണം എന്നതാണ്. അങ്ങനെ BSc പാസ് ഔട്ട് ആയ കുട്ടികൾക്ക് എത്ര മാർക്ക് വേണം എന്ന് പോലും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ BSc പാസ് ഔട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ ഏത് കാറ്റഗറി ആണോ, അതായത് ജനറൽ, OBC, NCL കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 55
പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ 5.5 CGPA ഔട്ട് ഓഫ് 10. ഈവൻ നിങ്ങളിനി SC/ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്ക് അല്ലെങ്കിൽ 5 CGPA ഔട്ട് ഓഫ് 10. ഇത് മാത്രമാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡിഗ്രി പാസ് ഔട്ട് ആയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതേപോലെ നിങ്ങളിനി ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ എഴുതിയ സമയത്ത് നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടി, അതായത് നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടാനുള്ള റാങ്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് തേർഡ് ഇയറിൽ ഇത് എലിജിബിൾ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ IIT JAM അഡ്മിറ്റ് കാർഡിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വെറും 1 വർഷമാണ്. സോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ്, തേർഡ് ഇയർ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തേർഡ് ഇയർ തന്നെ എക്സാം എഴുതുക, അല്ലെങ്കിൽ BSc പാസ് ഔട്ട് ആയ സമയത്ത് തന്നെ എഴുതിയിട്ട് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് നല്ല റാങ്ക് വാങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇങ്ങനത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് എത്താൻ പറ്റൂ. സോ വളരെ സിമ്പിളാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മാർക്ക് നിങ്ങൾ ഡിഗ്രി പാസ്സാകുമ്പോൾ വാങ്ങുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടും അതേപോലെ തന്നെ നല്ല സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പഠിച്ചു പോവുക. സോ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ഓൺ ട്രിസ് ലേണിംഗ് ആപ്പ്.